നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് +2 മലയാളം പാഠപുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 2-ാം പാഠഭാഗമായ കണ്ണാടി കാൺമോളവും എന്ന കാവ്യഭാഗമാണ്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് കണ്ണാടി കാൺമോളവും എന്ന കാവ്യം രചിച്ചത്. 16-ാം നൂറ്റാണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം. മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂരാണ് ജന്മസ്ഥലമായി കരുതപ്പെടുന്നത്. കിളിപ്പാട്ടിനെ ഭാഷയിലൊരു കാവ്യപ്രസ്ഥാനമാക്കി വികസിപ്പിച്ചത് ഇദ്ദേഹമാണ്. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും ഇദ്ദേഹമാണ്. എഴുത്തച്ഛൻ മഹാഭാരതം സംഭവപർവത്തിലെ ശകുന്തള കഥയെ ആസ്പദമാക്കി രചിച്ച കണ്ണാടി കാൺമോളവും എന്ന കാവ്യം ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും കഥ പറയുന്ന ഒരു കാവ്യമാണ്. വിശ്വാമിത്രൻ്റെയും മേനകയുടെയും പുത്രിയായ ശകുന്തള കണ്വ മഹർഷിയുടെ വളർത്തുപുത്രിയായി വളരുന്നു. കാട്ടിലേക്ക് നായാട്ടിനായി വന്ന ദുഷ്യന്തൻ മഹാരാജാവിനോട് പ്രണയം തോന്നുകയും ഗാന്ധർവ വിധിപ്രകാരം അവർ വിവാഹിതരാവുകയും ചെയ്യുന്നു. നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ദുഷ്യന്തൻ ശകുന്തള എപ്പോൾ തൻ്റെ അടുക്കൽ വന്നാലും സ്വീകരിക്കാമെന്ന് വാക്കു നൽകുന്നു. എന്നാൽ ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ട് ദുഷ്യന്തൻ ശകുന്തള അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും മറന്നുപോകുന്നു. തൻ്റെ മകനുമായി ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലെത്തി തന്നെ സ്വീകരിക്കണമെന്ന് പറയുന്ന ശകുന്തളയോട് ആക്ഷേപവാക്കുകളാൽ ദുഷ്യന്തൻ മറുപടി നൽകുന്നു. തൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റ ശകുന്തള ദുഷ്യന്തനോട് തിരിച്ചു പറയുന്ന കാര്യങ്ങളും അവർ തമ്മിലുള്ള വാക്കുവാദ്യങ്ങളുമാണ് ഈ കാവ്യഭാഗത്തിൽ പറയുന്നത്. നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം. കണ്ണാടി കാൺമോളം. ധാർഷ്ട്യമെത്രയും പാരമുണ്ടു നാരികൾക്കെന്നു കേട്ടു കേളിയേയുള്ളൂ കണ്ടിട്ടില്ലേവം മുന്നം കുലടയായ നീ വന്നെന്നോട് കുലീനയെന്നലസലാപം ചെയ്തതകില മലമലം. തന്നെയും തൻ്റെ മകനെയും സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊട്ടാരത്തിലെത്തുന്ന ശകുന്തളയോട് ദുഷ്യന്തൻ പറയുന്ന വാക്കുകളാണ് ഈ 2 വരികൾ. സ്ത്രീകൾ സാമർഥ്യമുള്ളവരാണെന്ന് കേട്ടിട്ടേയുള്ളൂ, നിന്റെ സംസാരം കൊണ്ടത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ദുഷ്യന്തൻ ആദ്യം പറയുന്നത്. ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ സാമർഥ്യം, നാരികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ. ധാർഷ്ട്യമെത്രയും പാരമുണ്ടോ നാരികൾക്കെന്നു കേട്ടു കേളിയേയുള്ളൂ കണ്ടിട്ടില്ലേവം മുന്നം. സ്ത്രീകൾ സാമർഥ്യമുള്ളവരാണെന്ന് കേട്ടിട്ടേയുള്ളൂ, നിന്റെ സംസാരം കൊണ്ടത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കുലടയായ നീ വന്നെന്നോട് കുലീനയെന്നലസലാപം ചെയ്തതകില മലമലം. കുലട എന്ന് പറഞ്ഞാൽ വേശ്യയായ എന്നാണ് അർത്ഥം. കുലീന എന്ന് പറഞ്ഞാൽ നല്ലവളെ എന്നാണ് അർത്ഥം. അപ്പം വേശ്യയായ നീ നല്ലവളാണെന്ന് പറഞ്ഞ് എന്നോട് വാദിക്കുന്നത് നിർത്തിക്കോളൂ എന്നും പറയുന്നു. അടുത്ത വരി നോക്കാം. സുവർണമണി മുക്താഭരണ വസ്ത്രാദികളു വന്നു തരുവാൻ ഞാൻ നിനക്കു വേണ്ടുവോളം, പിന്നെ നീ നിനക്കൊത്ത ദിക്കിനു പൊയ്ക്കൊള്ളണം, നിന്നിനിക്കാലം കളഞ്ഞിടായിക വെറുതെ നീ. നിനക്കു വേണ്ട മുത്തുകളും സ്വർണങ്ങളും വസ്ത്രങ്ങളും എല്ലാം തന്നെ ഞാൻ നിനക്ക് നൽകാം. അതൊക്കെ നൽകിക്കഴിഞ്ഞാൽ നീ ഇവിടെ നിന്ന് സമയം കളയാതെ പൊയ്ക്കൊള്ളണം. ഓക്കെ, പിന്നെ നീ നിനക്കൊത്ത ദിക്കിനു പൊയ്ക്കൊള്ളണം. ഞാനിതെല്ലാം നൽകിക്കഴിഞ്ഞാൽ നീ നിനക്ക് വേണ്ട ദിക്കിന്, നിനക്ക് വേണ്ട വഴിക്ക് പൊയ്ക്കൊള്ളണം. നിന്നിനിക്കാലം കളഞ്ഞിടായിക വെറുതെ, ഇവിടെ നിന്ന് സമയം കളയാതെ നീ നിനക്ക് വേണ്ട വഴിക്ക് പൊയ്ക്കൊള്ളണം. കോകില നാരി പോലെ നീ വരഭൃതയല്ലോ, പോക വൈകാതെ നിന്നെ കാൺകയിൽ ഇച്ഛയില്ല. അതായത് മറ്റൊരാൾ എടുത്തു വളർത്തിയ നിന്റെ സംസ്കാരം ഇത്രയൊക്കെ ഉള്ളൂ, നീ ഒരു പരഭൃതയാണ് എന്നും ദുഷ്യന്തൻ ശകുന്തളയോട് പറയുന്നു. ഇനി നമുക്ക് അടുത്ത വരി നോക്കാം. സുന്ദരി ശകുന്തള പിന്നെയുമുര ചെയ്താൾ നിന്ദാവാണികൾ കേട്ടു മന്ദാക്ഷഭാവത്തോടും. തൻ്റെ രാജസദസ്സിന് മുന്നിൽ വെച്ച് തന്നെ ആക്ഷേപിക്കുന്നത് കേട്ട് തൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റ ശകുന്തള പിന്നോട് അതിനോട് പ്രതികരിക്കുകയാണ്. അപ്പോൾ ആ പ്രതികരിക്കുന്നത് കേട്ടിട്ട് അവിടെയുള്ളവരെല്ലാം തന്നെ അത് കേട്ട് നിൽക്കുകയാണ്. കടുകിൻ മണി മാത്രമുള്ളൊരു പരദോഷമുടനെ കാണുന്നു നീ, നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജമാത്രം കാണുന്നീലേതു, മധു പണ്ഡിതന്മാർക്കു പോലുമുള്ളൊരു ശീലമത്രേ. അതായത് മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകൾ പോലും പറയുന്ന നീ എന്തുകൊണ്ട് നിന്റെ വലിയ തെറ്റ് കാണുന്നില്ല? അല്ലെങ്കിലും വലിയ വലിയ ആളുകൾക്കുള്ള ഒരു ശീലം തന്നെയാണ് അവരുടെ തെറ്റുകൾ, വലിയ തെറ്റുകൾ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ ചെറിയ ചെറിയ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു വരിയിലൂടെ ശകുന്തള പറയുന്നത്. അടുത്ത വരി നോക്കാം. നിന്നുടെ ജന്മത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമെന്നുടെ ജന്മം, മന്നിടത്തിങ്കലെന്നി നിനക്കു ചരിക്കാമോ.
മുനിമാരിൽ ഏറ്റവും വലിയ മുനിയായ വിശ്വാമിത്രൻ്റെയും ദേവലോക സുന്ദരികളിൽ ഏറ്റവും സുന്ദരിയായ മേനകയുടെയും മകളായ എൻ്റെ ജന്മം എന്നത് വെറുമൊരു രാജാവായ നിൻ്റെ ജന്മത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമുള്ളതാണ് എന്നാണ് ശകുന്തള പറയുന്നത്. മന്നിടത്തിങ്കലെന്നി നിനക്കു ചരിക്കാമോ? നിൻ്റെ ജന്മത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് എൻ്റെ ജന്മം. ഈ ഒരു കാര്യത്തിൽ നിനക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് ശകുന്തള ദുഷ്യന്തനോട് ചോദിക്കുന്നത്. നമുക്ക് അടുത്ത വരി നോക്കാം. ഭേദവും നമ്മിലെത്ര പാരമുണ്ടോർക്കുന്നേരം ചേതസി വിചാരിക്ക ഭൂപതി തിലകമേ. നമ്മൾ തമ്മിൽ എത്രയോ വ്യത്യാസങ്ങളുണ്ട് എന്നോർക്കുന്നേരം നിങ്ങൾ കുറ്റബോധം തോന്നും നിങ്ങൾക്ക് ഭൂപതി തിലകമേ. അതായത് രാജാവേ, നമ്മൾ തമ്മിലുള്ള ഭേദം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറ്റബോധം തോന്നും എന്നാണ് ശകുന്തള ഈ ഒരു വരിയിലൂടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വരി നോക്കാം. മേരുവും കടുകുമുള്ള അന്തരമുണ്ടു നമ്മിൽ സാരജ്ഞനെല്ലൊട്ടുമോർത്തോളം ധാത്രീഷ ഭവാൻ. കടുകും പർവ്വതവും തമ്മിലുള്ള അന്തരമുണ്ട്, വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ അറിവുമുള്ളവനാണെന്ന് കരുതേണ്ട എന്നാണ് പറയുന്നത്. മേരു എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് അർത്ഥം. അടുത്ത വരി നോക്കാം. കണ്ണാടി കാൺമോളവും തന്നെ മുഖമേറ്റം നന്നെന്നു നിരൂപിക്കുമത്രയും വിരൂപന്മാർ. വിരൂപന്മാരെല്ലാവരും അവരാണ് ഏറ്റവും സുന്ദരന്മാർ എന്ന് പറയുന്നത് പോലെ എൻ്റെ കുറ്റം പറയുന്ന നീ ഒരിക്കൽ പോലും നീ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഈ വരികളുടെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത വരി നോക്കാം. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞേടും മുറ്റും തന്നെ കുറ്റമൊന്നും അറിയുകയുമില്ല. മറ്റുള്ള ജനങ്ങളുടെ കുറ്റങ്ങൾ പറയുന്ന എല്ലാവരും സ്വന്തം കുറ്റങ്ങൾ ഒന്നും തന്നെ അറിയുകയില്ല.